ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 48/2023 ആ കാറ്റഗറിയിൽ നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. അധികം സംസാരമില്ല, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പ്രീവിയസ് ചോദ്യം വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ഈ കഴിഞ്ഞ LDC പരീക്ഷകൾക്ക് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ചോദ്യങ്ങൾ കൃത്യമായി വായിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം: തിരുവിതാംകൂറിൽ 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ഗൗരി പാർവതി ഭായ്. ഓപ്ഷൻ സി ഗൗരി പാർവതി ഭായ് ആണ്. രണ്ടാമത്തെ ചോദ്യം: അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു, സംസ്കൃത വിദ്യാലയങ്ങൾ ആരംഭിച്ചു, വില്ലുവണ്ടി സമരം നടത്തി, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴതിയിൽ ജനിച്ചു. ഇതിൽ 1ഉം 3ഉമാണ് ശരി കേട്ടോ. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ. മൂന്നാമത്തെ ചോദ്യം: ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ് കേട്ടോ. ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. നാലാമത്തെ ചോദ്യം: മൗലാന അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? സ്വതന്ത്ര ഇന്ത്യയുടെ 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. 1958 ഫെബ്രുവരി 22 അന്തരിച്ചു. അഗ്നിച്ചിറകുകൾ ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. നാലാമത്തത് 1ഉം 4ഉം കേട്ടോ. 1ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. 2ാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു കേട്ടോ. അഗ്നിച്ചിറകുകൾ APJയുടെയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകളെന്ന് പറഞ്ഞാൽ 1ഉം 4ഉമാണെന്ന് ഓർത്തിരിക്കുക. അഞ്ചാമത്തെ ചോദ്യം: ബോൺസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം കേട്ടോ. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. ആറാമത്തെ ചോദ്യം: നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? രാജീവ് ലക്ഷ്മൺ കരിണ്ടിക്കർ കേട്ടോ. രാജീവ് ലക്ഷ്മൺ കരിണ്ടിക്കർ. ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് കേട്ടോ. ഏഴാമത്തത് ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. എട്ടാമത്തെ ചോദ്യം നോക്കാം. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം ഏത്? സിറസ് കേട്ടോ. സിറസ്. ഓപ്ഷൻ സി സിറസ്. പക്ഷികളുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്ന മേഘം ഏതാണ്? സിറസ് ആണ്. ഒൻപതാമത്തെ ചോദ്യം: പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം ഏത്? ഓപ്ഷൻ എ നീലഗിരി കേട്ടോ. നീലഗിരി. പത്താമത്തെ ചോദ്യം: സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥിര ആസ്ഥാനം ഏതാണ്? ഡെറാഡൂൺ. ഓപ്ഷൻ ബി ഡെറാഡൂൺ. 11ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ്. 12ാമത്തെ ചോദ്യം നോക്കാം. ശൈത്യകാലത്ത് ഏറ്റവും കുറഞ്ഞ താപനിലയും ഉഷ്ണകാലത്ത് ഏറ്റവും കൂടിയ താപനിലയും രേഖപ്പെടുത്തിയ ചുരു ഏത് സംസ്ഥാനത്താണ്? ചുരു ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചേക്കുന്നത്? രാജസ്ഥാൻ. ഏതാണ്? ഓപ്ഷൻ എ രാജസ്ഥാൻ. 13ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ബഹുമതി നേടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. ഓപ്ഷൻ എ പഞ്ചാബ്. 14ാമത്തെ ചോദ്യം: ഇന്ത്യൻ ബാങ്കിംഗ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം നമുക്കറിയാം RBI അല്ലേ. RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. 15ാമത്തെ ചോദ്യം: റാബി വിളയ്ക്ക് ഉദാഹരണം ഏത്? ബാർലി കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ബാർലി കേട്ടോ. 16ാമത്തെ ചോദ്യം: ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ജാർഖണ്ഡ് കേട്ടോ. ഓപ്ഷൻ എ ജാർഖണ്ഡ്. ഇന്ത്യയിലെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നതാണ് ജാർഖണ്ഡ്. ആസൂത്രണത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷന് പകരം നിലവിൽ വന്ന ഭരണ സംവിധാനമാണ് ഏത്? ഓപ്ഷൻ ബി നീതി ആയോഗ്. നീതി ആയോഗ്. 18ാമത്തെ ചോദ്യം നോക്കാം. 2021-22 വർഷത്തിൽ ആഗോള പാലുൽപാദനത്തിൻ്റെ 24% സംഭാവന ചെയ്തതോടെ ലോകത്തിൽ പാലുൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായി? 1. ഓപ്ഷൻ ഡി 1. 19ാമത്തെ ചോദ്യം: എത്ര വയസ്സ് പൂർത്തിയാക്കിയവർക്കാണ് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക? 30 വയസ്സ്. ഓപ്ഷൻ എ 30 വയസ്സ്. 20ാമത്തെ ചോദ്യം: ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? മൗലിക അവകാശങ്ങൾ. ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. 21ാമത്തെ ചോദ്യം: സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം പരാമർശിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആർട്ടിക്കിൾ 326. ഓപ്ഷൻ ബി 326 ആണ്. 22ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. നഗരസഭ
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? എത്രയാണ്? 21 വയസ്സാണ് കേട്ടോ. 21 വയസ്സ്. ഓപ്ഷൻ സി 21 വയസ്സ്. 23-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓപ്ഷൻ ഡി രാജേന്ദ്ര പ്രസാദ്. 24-ാമത്തെ ചോദ്യം, ശ്യാം ശരൺ നേഗി താഴെ പറയുന്ന ഏത് കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം, ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ്. അടുത്തിടെ മരിച്ചു പോയിരുന്നു. ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ്. 25-ാമത്തെ ചോദ്യം, സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 44-ാം ഭേദഗതി. ഓപ്ഷൻ എ ആണ് 44-ാം ഭേദഗതി. 26-ാമത്തെ ചോദ്യം, ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏത്? ഭരണഘടനയിൽ യൂണിയൻ ലിസ്റ്റിൽ പെടാത്ത വിഷയം ഏതാണ്? കൃഷി. ഓപ്ഷൻ സി കൃഷിയാണ്. 27-ാമത്തെ ചോദ്യമാണ്, കേരളത്തിലെ തണ്ണീർത്തട പദ്ധതിയുടെ ചെയർമാൻ ആര്? സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ്. ഓപ്ഷൻ എ സംസ്ഥാന പരിസ്ഥിതി വകുപ്പ് മന്ത്രി. 28-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ജില്ലാതല ദുരന്ത നിവാരണ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആര്? ആരാണ്? ജില്ലാ കളക്ടർ. ഓപ്ഷൻ സി ജില്ലാ കളക്ടർ. 29-ാമത്തെ ചോദ്യം, സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ആർദ്രം മിഷൻ. കേട്ടോ, ആർദ്രം മിഷൻ. ഓപ്ഷൻ എ ആണ് സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? ആർദ്രം മിഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ. 30-ാമത്തെ ചോദ്യം, ചൈൽഡ് ലൈൻ ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1098. കേട്ടോ, ഓപ്ഷൻ ഡി ആണ് 1098 ആണ്. 31-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ എത്ര ഭരണഘടനാ ഭേദഗതികൾ നടന്നു? ഓപ്ഷൻ സി 105. 32-ാമത്തെ ചോദ്യം, സാഗസ് എൻറ്ററിക്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകുടലിലെ ദഹനരസം. കേട്ടോ, സാഗസ് എൻറ്ററിക്സ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെറുകുടലിലെ ദഹനരസം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 33-ാമത്തെ ചോദ്യം, മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല ഏത്? മനുഷ്യന്റെ ഡെന്റൽ ഫോർമുല ഏതാണ്? 2123/2123. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ. 34-ാമത്തെ ചോദ്യം, ECGയിൽ QRS തരംഗം ഏതിനെ സൂചിപ്പിക്കുന്നു? QRS തരംഗം എന്തിനെ സൂചിപ്പിക്കുന്നു? 34-ാമത്തെ ചോദ്യം, വെൻട്രിക്കുലറിന്റെ സങ്കോചം. കേട്ടോ, വെൻട്രിക്കുലറിന്റെ സങ്കോചമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 35-ാമത്തെ ചോദ്യമാണ്, മലേറിയ രോഗാണു പ്ലാസ്മോഡിയം ഏത് ഘട്ടത്തിലാണ് രോഗമുണ്ടാക്കുന്നത്? സ്പോറോസോയിറ്റ്. കേട്ടോ, സ്പോറോസോയിറ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മലേറിയ രോഗാണു ഏത് ഘട്ടത്തിലാണ് രോഗമുണ്ടാക്കുന്നത്? ഓപ്ഷൻ ഡി സ്പോറോസോയിറ്റ്. 36-ാമത്തെ ചോദ്യം, ജനനി സുരക്ഷാ യോജനയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ത്? ഓപ്ഷൻ സി മാതൃമരണ നിരക്കാണ്. മാതൃമരണ നിരക്ക് കുറയ്ക്കൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. 37-ാമത്തെ ചോദ്യം, ആരാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പൊതുജനാരോഗ്യ ഉപദേഷ്ടാവ്? ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. കേട്ടോ, ഡയറക്ടർ ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ്. 38-ാമത്തെ ചോദ്യം, ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 km/s. കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ. 39-ാമത്തെ ചോദ്യം, ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രവർത്തന തത്വം എന്താ? ഓപ്ഷൻ ബി പാസ്കൽസ് നിയമം. കേട്ടോ, പാസ്കൽസ് നിയമമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 40-ാമത്തെ ചോദ്യം ക്യാൻസലാക്കിയ ചോദ്യമാണ്. 41-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 2022 ഭൗതികശാസ്ത്ര നൊബേൽ ജേതാവ് അല്ലാത്തത് ആര്? ആരാണ്? കാരലിൻ ബെർട്ടോസി. കേട്ടോ, കാരലിൻ ബെർട്ടോസിയാണ് അല്ലാത്തത്. കേട്ടോ. 42-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഭൗതിക മാറ്റമായിട്ടുള്ളത് ഐസ് ഉരുകുന്നതാണ്. കേട്ടോ, ഐസ് ഉരുകുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഭൗതിക മാറ്റമായിട്ടുള്ളത് ഐസ് ഉരുകുന്നതാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 43-ാമത്തെ ചോദ്യം, 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ ലായനി. കേട്ടോ, 916 സ്വർണ്ണാഭരണങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ലായനി. ഓപ്ഷൻ എ ആണ് ആൻസർ. 44-ാമത്തെ ചോദ്യം, സാധാരണ പെയ്യുന്ന മഴവെള്ളത്തിന്റെ pH ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? സാധാരണ പെയ്യുന്നത് 5 മുതൽ 5 വരെ. കേട്ടോ, 5.5 വരെ. കേട്ടോ, 5 മുതൽ 5.5 വരെയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 45-ാമത്തെ ചോദ്യം, CMET, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ സ്റ്റീൽ ലിമിറ്റഡ് എന്നിവർ കൂടിച്ചേർന്ന്
ഏത് പദാർത്ഥത്തിൻ്റെ ഗവേഷണ കേന്ദ്രം കേരളത്തിൽ സ്ഥാപിക്കാനാണ് 2022 ധാരണാപത്രം ഒപ്പുവെച്ചത്? അതാണ് ഓപ്ഷൻ ബി ഗ്രാഫീൻ കേട്ടോ. ഗ്രാഫീനാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ. 46-ാമത്തെ ചോദ്യം. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര്? ആനന്ദ്, പി സച്ചിദാനന്ദൻ കേട്ടോ. പി സച്ചിദാനന്ദൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. ഓപ്ഷൻ ഡി ബോധേശ്വരൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരനാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 48-ാമത്തെ ചോദ്യമാണ്. ബാറ്റൺ കപ്പ് ഏത് കായിക വിനോദത്തിന് നൽകുന്ന ട്രോഫിയാണ്? ഏതാണ്? ഹോക്കി. ഓപ്ഷൻ ബി ഹോക്കി. ബാറ്റൺ കപ്പ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 49-ാമത്തെ ചോദ്യം. കാച്ചിക്കുറുക്കിയ കവിത എന്ന വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിച്ച നിരൂപകൻ ആരാണ്? എം എൻ വിജയൻ കേട്ടോ. എം എൻ വിജയനാണ് കാച്ചിക്കുറുക്കിയ കവിത കേട്ടോ. എം എൻ വിജയൻ. 50-ാമത്തെ ചോദ്യം. 2022 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏതെന്നാണ് ചോദിച്ചത്? ഏതാണ്? മീശ കേട്ടോ. ഓപ്ഷൻ സി മീശയാണ്.